ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എക്സാമിൻ്റെ മാത്സിലെ ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. എന്നിട്ട് ബാക്കി നൽകിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുള്ളതെന്ന് പറയുന്നത് 54,000 രൂപയാണെങ്കിൽ മകന് കൊടുത്തത് എത്ര രൂപയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക, ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100-ലാണ് പറയുന്നത്, അല്ലേ? 100 ആണ് ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 50% എന്ത് ചെയ്യുന്നത്? മകന് നൽകുന്നത്, അല്ലേ? 50% മകന് നൽകുന്നത്, 32% മകൾക്ക് നൽകുന്നത്. ബാക്കി അവിടെ എന്തോ ഉണ്ട്, ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ? അപ്പോൾ ഈ ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കിയുള്ളതെന്ന് പറയുന്നത് 18% ബാക്കിയുള്ളത്, അല്ലേ? 50 + 32 + 18 എന്തെന്ന് പറയുന്നത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് 18%. ഈ 18% എത്ര? നമ്മുടെ 54,000 രൂപ എന്ന് പറയുന്നത് ഈ 18%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മകന് കൊടുത്തതല്ലേ കണ്ടുപിടിക്കേണ്ടത്? മകന് കൊടുത്തത് എത്രയാണ്? 50% മകന് കൊടുത്തത്, അല്ലേ? അപ്പം 50% നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഇവിടെ നമുക്ക് 18-നെ 18 എത്രയും കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 18-നെ 3000 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 54,000 കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ 50-നെയും എത്രയും കൊണ്ട് ഗുണിക്കുക? 3000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 50-നെ 3000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 × 3 15 വരും. പിന്നെ ഒരു 4 0 കൂടി വരും, അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ 1,50,000 ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയോ നമുക്ക്? അപ്പോൾ എന്താ ചെയ്തത്? 50% മകൻ്റെയാണ്, 32% മകൾക്ക് നൽകിയതാണ്. ബാക്കി വന്ന 18% ഈ 54,000 എന്ന് പറയുന്നത്. ടോട്ടൽ 100% ആണ്, അല്ലേ? 100-ലാണ്. അപ്പോൾ 18 × 3000 ചെയ്താൽ നമുക്ക് 54,000 കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 50,000 എന്ന് പറയുന്നത് 50,000 × 3000 ചെയ്യുമ്പോൾ നമുക്ക് 15,000 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ ആണല്ലോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് എത്ര പുരുഷന്മാർ ആ ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാരെയാണ് ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ ഈ 30 പുരുഷന്മാർക്ക് 24 ദിവസം, അല്ലേ? അതായത് M1 ഇൻറ്റു, അല്ലേ? ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കും. M1 × D1 എന്ന് പറയുന്നത് M2 × D2 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇനി അത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, അല്ലേ? ജോലി എന്താണ്? സെയിം ജോലിയാണ് പൂർത്തിയാക്കുന്നത്, അല്ലേ? സെയിം ജോലിയാണ് പൂർത്തിയാക്കുന്നത്. അത് 30 പേരാണ്, അല്ലേ? 30 പുരുഷന്മാർ 24 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 120 ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 30 × 24. 30 × 24 എന്ന് പറയുന്നത് നമുക്ക് M2 ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. M2 × 120. അപ്പോൾ ഈ M2-നെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരും: 30 × 24/120 എന്ന് വരും, അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ M2 എന്ന് പറയുന്നത്. M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര പുരുഷന്മാർ 120 ദിവസം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, പൂർത്തിയാക്കാൻ വേണ്ടി എത്ര പുരുഷന്മാർ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതെത്ര വേണം? 30 × 24/120 എന്ന് വരും. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ. 0 അല്ലാണ്ട് ഗുണിച്ച് ടൈം കളയരുത്. 0 0 എന്ത് ചെയ്തു? വെട്ടിപ്പോയി. പിന്നെ എന്തുണ്ട്? 3-ൽ, അല്ലേ? 3-ൽ 1 വട്ടമാണ്. 12-ൽ എത്ര വട്ടമാണ്? 4 വട്ടമാണ്, അല്ലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4-നെയും 24-നെയും വെട്ടാം, അല്ലേ? 6 4 24. അപ്പോൾ എന്താ? M2 എന്ന് പറയുന്നത് 6 ആണ്. കിട്ടിയോ? M2 എന്ന് പറയുന്നത് 6 ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് വന്നത് നോക്കിയേ. നമ്മളിവിടെ M1 D1 = M2 D2 ആണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതിൽ 30 പുരുഷന്മാർക്ക് 24 ദിവസമാണെങ്കിൽ സെയിം കാര്യം തന്നെ പറയുന്നത്. അത് 120 ദിവസം കൊണ്ട് എത്ര പുരുഷന്മാർ? അപ്പോൾ എന്ത് ചെയ്തു? ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്തു. 30 × 24/120 ആണ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 6 എന്ന് വരും. അതായത് 42-ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ.
ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററിലും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്ററിലുമാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്. ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു എന്താണ്, എസ് ഇൻറ്റു ടി ആണല്ലേ. എസ് ഇൻറ്റു ടി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ സ്പീഡാണ്, ആവറേജ് സ്പീഡാണല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. 2ab ബൈ എ പ്ലസ് ബി. 2ab ബൈ എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ ഏതാ, എയും ബിയും എന്താ, എ എന്ന് പറയുന്നത് 21, ബി എന്ന് പറയുന്നത് 24. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇത് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സോൾവ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി, 2 ഇൻറ്റു എ എത്രയാണ്, 21 ഇൻറ്റു 24 ബൈ എ പ്ലസ് ബി. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക, രണ്ടും കൂടി ആഡ് ചെയ്തത് എത്രയാണ്, 45. അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യേണ്ട, അവിടെ വെക്കണേ, സോൾവ് ചെയ്യേണ്ട. കാരണം സോൾവ് ചെയ്ത് വെറുതെ ഗുണിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട, ടൈം കളയണ്ട. ഇനി എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ സ്പീഡ് കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടൈം വേണം അല്ലേ. ടൈം എത്രയാണെന്ന് നമുക്കറിയാലോ. ടൈം എത്രയാണ്, ടൈം 15 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണെ. ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു എന്താ, സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടിയത്, 2 ഇൻറ്റു 21 ഇൻറ്റു 24 ബൈ 45 ഇൻറ്റു, ഇനി എന്ത് വേണം, ടൈം വേണം. ടൈം എത്രയാണ്, 15 ആണല്ലേ. ടൈം 15 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ 3 നമുക്ക് വെട്ടാലേ. 3 വെട്ടുമ്പോൾ ഇവിടെ 7 എന്ന് വരും, ഇവിടെ വെട്ടുമ്പോൾ 15 എന്ന് വരും. അപ്പോൾ ഈ 15ഉം 15ഉം നമുക്ക് സുഖമായിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 7 ഇൻറ്റു 7 ഇൻറ്റു 24 7 ഇൻറ്റു 2 ഇൻറ്റു 24 ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 336 കിലോമീറ്റർ എന്നായിരിക്കും വരുന്നത്. 336 കിലോമീറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. അതിനുശേഷം ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. 2ab ബൈ എ പ്ലസ് ബി ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു. ഗുണിച്ച് എഴുതുകയൊന്നും വേണ്ട, കാരണം ക്യാൻസൽ ചെയ്ത് പോകുന്നത് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ എഴുതിയത്, സ്പീഡ് ഇൻറ്റു ടൈം 2 ഇൻറ്റു 21 ഇൻറ്റു 24 ബൈ 45 ഇൻറ്റു 15 ആണല്ലേ. കാരണം അത് എത്രയാണ്, 15 നമ്മുടെ സമയം തന്നേക്കുന്നത്. എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 336 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോവുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്, 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ 61നെ 7 കൊണ്ട്, കാരണം ആഴ്ചയിലെ 7 ദിവസമല്ലേ, 7 കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ഹരിച്ചു നോക്കുക. 61നെ 7, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 61നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര വരും, ഇവിടെ 8 അല്ലേ, 7 56 വരിക അല്ലേ, 56 വരും. ബാക്കി ശിഷ്ടം എന്ന് പറയുന്നത് നമുക്ക് 5 വരും. ഈ ശിഷ്ടം വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എന്താണ്, മൺഡേ ആണല്ലേ. മൺഡേ പ്ലസ് 5 ചെയ്താൽ മതി. മൺഡേ പ്ലസ് 5 ചെയ്താൽ മതി. മൺഡേ പ്ലസ് 5 എത്രയാണ്, മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ. മൺഡേ കഴിഞ്ഞിട്ട് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 5 ദിവസം ആഡ് ചെയ്യുമ്പോൾ ഏതാ വരുന്നത്, സാറ്റർഡേ ആണ് വരുന്നത് അല്ലേ. സാറ്റർഡേ ആണ് വരുന്നത്. സാറ്റർഡേ, അതായിട്ടുള്ള ഓപ്ഷൻ ഡി, ശനിയാഴ്ചയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താ ചെയ്താൽ മൺഡേയുടെ ഒപ്പം 5 ദിവസം കൂട്ടിയാൽ മതി. മൺഡേയുടെ ദിവസം 5 ദിവസം കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് ഏതാണ്, സാറ്റർഡേ ആണ്. അതാ ഈ ശിഷ്ടം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കളിച്ചത് കേട്ടോ. ഇനി അടുത്തോട്ട് പോവുകയാണെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാന്ന്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് അല്ലേ നമ്മൾ ചെയ്തപ്പോൾ അതിൽ വന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് നോക്കിയവർക്ക് ഇത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്ത് നിന്ന് എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 34-മാണെങ്കിൽ നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ജസ്റ്റ് വരി ഒന്ന് വരച്ച് നോക്കാം. വരി ഒന്ന് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം ഇവിടെയാണ് കേട്ടോ. എ നമ്മുടെ കുട്ടി ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണ്, 27-മത്തെയാണ് അല്ലേ. 27-മത്തെ ആണെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടായിരിക്കും, 26 പേരുണ്ടായിരിക്കും.
ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കുട്ടിയുടെ സ്ഥാനം എത്രയാണ്? 34 അല്ലേ? 34 ആണെങ്കിൽ ഇവിടെ 33 പേര് ഈ ഭാഗത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളായിരിക്കും? 26 പ്ലസ് 1 പ്ലസ് 33 കുട്ടികളായിരിക്കും ടോട്ടൽ ഉണ്ടാകുന്നത്. എത്രയാണ്? 60 ആണല്ലേ? 60. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ 60 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. 5:30 ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് നോക്കിപ്പോയവർക്ക് മാത്രം തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? 13h മൈനസ് 11/2 എമ്മിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അല്ലേ? എന്താണ്? 13 ഇൻറ്റു എച്ച് എത്രയാണ്? അവർ ടൈം എത്രയാണ്? 5 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് ടൈം എത്രയാണ്? 30 ആണല്ലേ? അപ്പോൾ 5 ഇൻറ്റു 3 150. 150 മൈനസ് ഇതെന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം കേട്ടോ. അവിടെ 15 എന്ന് വരും. 15 ഇൻറ്റു 11 എന്ന് പറയുന്നത് 165 വരും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത്? -15 വരുന്നത് അല്ലേ? ശരിക്കും ഈ ഇക്വേഷനിൽ എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ ഒരു മോഡുലസ് ഉണ്ട് കേട്ടോ. മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ, നെഗറ്റീവ് ആണെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് എന്നറിയാലോ. ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നിങ്ങൾ നെഗറ്റീവ് ശ്രദ്ധിക്കേണ്ട. അതായത് അത് വെച്ചിട്ട് ബേജാറായിട്ടിരിക്കേണ്ട. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? -15 ഡിഗ്രി ആയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 15 ഡിഗ്രി ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താണ്? തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക അല്ലേ? വളരെ എളുപ്പമുള്ള ഒരു ശ്രേണിയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ? പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? സ്ക്വയർ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം 2ൻ്റെ സ്ക്വയറാണ്, പിന്നെ 3ൻ്റെ സ്ക്വയറാണ് അല്ലേ? പിന്നെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, പിന്നെ 4ൻ്റെ സ്ക്വയർ അല്ല അല്ലേ? പിന്നെ എത്രയാണ് വന്നേക്കുന്നത്? 7ൻ്റെ സ്ക്വയറാണല്ലേ? 7ൻ്റെ സ്ക്വയർ. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ശ്രേണിയാണല്ലേ? അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭാജ്യ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ശ്രേണിയാണ്. അപ്പോൾ 2, 3. അടുത്ത സംഖ്യ ഏതാ? 5 ആണല്ലേ? 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. നമുക്കതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും അല്ലേ? ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ 25 289 ആണെന്ന് കിട്ടും. ഇനി ബാക്കിയും കൂടി നോക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 2, 3, 4, 7. അടുത്തത് എത്രയുടെ സ്ക്വയറാണ്? 7ൻ്റെ സ്ക്വയർ വന്നു. പിന്നെ എത്രയാണ് വരേണ്ടത്? 9ൻ്റെ ആണോ വരേണ്ടത്? അല്ല അല്ലേ? 9 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. പിന്നെ വരേണ്ടത് 11ൻ്റെയാണ്, അതായത് 121 വന്നു. പിന്നെ വരുന്നത് ഏതാണ്ട് 17ൻ്റെയാണ്, അല്ല 13ൻ്റെയാണ്, 13ൻ്റെ 169 വന്നു. പിന്നെ വരേണ്ടത് ഏതാ? 17ൻ്റെയാണ് അല്ലേ? 17ൻ്റെ സ്ക്വയറാണ് 289. അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഈ ഒരു ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ നമ്പറിൽ നിന്ന് എങ്ങനെയാണ് അടുത്ത നമ്പർ വന്നത്? 1 ഇൻറ്റു 1 പ്ലസ് 1 ആണ് 2 എന്ന് പറയുന്നത്. ഇനി ആ 2 വെച്ചിട്ട് നോക്കാം കേട്ടോ. നമുക്ക് 2 ഇൻറ്റു 2 പ്ലസ് 1 ആണ് എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയുന്നത്. ഇനി അടുത്തതോ? ഈ 5 വെച്ചിട്ടാണ് 5 ഇൻറ്റു 3 പ്ലസ് 1 ആണ് 16 എന്ന് പറയുന്നത്. ഇനി ഈ 16 വെച്ചിട്ടാട്ടോ 16 ഇൻറ്റു 4 പ്ലസ് 1 ആണ് 65. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും വരുന്നത്? 65 ഇൻറ്റു 5 പ്ലസ് 1 ആണല്ലേ? 65 ഇൻറ്റു 5 പ്ലസ് 1 എന്ന് പറയുന്ന 326, 326 ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ശ്രേണികൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യയുടെയും ശരാശരി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യം തന്നെ ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണെന്ന് നോക്കുക. ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് 100 ആണല്ലേ? അപ്പോൾ 100നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയെന്ന് നിങ്ങൾ നോക്കുക. 100നെ 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 ആണല്ലേ? അപ്പോൾ അടുത്ത സംഖ്യ നോക്കുക, 101. 101നെ 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 3 ആണ്. ദെൻ 102നെ ആണെങ്കിൽ എത്രയാ? 100 കൊണ്ടാണെങ്കിൽ റിമൈൻഡർ 2 ആണ്. 101 ആണെങ്കിൽ റിമൈൻഡർ 3 ആണ്. 102 ആണെങ്കിൽ റിമൈൻഡർ 4 ആണ്. 103 ആണെങ്കിൽ റിമൈൻഡർ 5 ആണ്. ദെൻ 104 ആണെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 6 ആണ്.
ദെൻ 105 ആണെങ്കിൽ റിമൈൻഡർ 7 ആണല്ലേ. ഈ റിമൈൻഡർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമുക്ക് ശിഷ്ടം കിട്ടില്ല, കറക്റ്റായിട്ട് ഹരിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 105 ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വലിയ സംഖ്യയും കണ്ടുപിടിക്കാം. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 3 അക്കത്തിൽ 999 ആണല്ലേ. 999 ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ 7 കൊണ്ട് ഹരിക്കുക. 7 കൊണ്ട് ഹരിച്ചിട്ട് നമ്മൾ റിമൈൻഡർ നോക്കിയിട്ട് ബാക്കിലോട്ട് വരണം അല്ലേ. 999, അത് കഴിഞ്ഞ് 998, അങ്ങനെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 994 എന്തെന്ന് പറയുന്നത് വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ആവറേജ് അല്ലേ കാണാൻ പറഞ്ഞേക്കുന്നത്, ശരാശരി. അപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യുക, രണ്ടുപേരെയും കൂടി ആഡ് ചെയ്യുക. രണ്ടുപേരെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 1904 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ശരാശരി കാണണമെങ്കിൽ 1904നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഈ 2 നമ്പേഴ്സിൻ്റെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്, 549.5 എന്നുള്ളൊരു ആൻസർ വരും. അതായത് ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബാക്കോട്ടും ഫ്രണ്ടിലോട്ടും പോയിട്ട് ആ റിമൈൻഡർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്പേഴ്സിനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതൊന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ജോമെട്രി ഒക്കെ എന്താണ്, പൊതുവെ എല്ലാവരും ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സംഖ്യകൾ കാണുമ്പോൾ ടെൻഷൻ ആവണ്ട. പിന്നെ എന്ത് ചെയ്യുക, ഇത് ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും ഒന്നും ഈ ഇത്രയും വലിയ നമ്പേഴ്സ് നമ്മൾ ഗുണിച്ചിട്ടൊന്നും നിങ്ങൾ ടൈം കളയേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്യാൻസലായി പോകുന്ന ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കണേ, 49 സെൻറ്റിമീറ്റർ, 33 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തിയിട്ട് ഒരു ഗോളം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ എന്താണ്, ഇവരുടെ വോളിയത്തിൽ എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ചതുരക്കട്ടയുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നതും ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ പോവുകയാണേ. ചതുരക്കട്ടയുടെ വ്യാപ്തം എന്താ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ. അതായത് 49 ഇൻറ്റു 33 ഇൻറ്റു 24 എന്തെന്ന് പറയുന്നത് ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഗോളത്തിൻ്റെ വ്യാപ്തം അല്ലേ. ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, നമ്മുടെ ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്താണ്, 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മാറിപ്പോവരുത് കേട്ടോ. 4/3 പൈ ആർ ക്യൂബ് മാറിപ്പോവരുത്, ഗോളത്തിൻ്റെയാണ് 4/3 പൈ ആർ ക്യൂബ്. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് ഇത് 6 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പൈക്ക് വാല്യൂ കൊടുക്കണം കേട്ടോ. പൈക്ക് വാല്യൂ കൊടുക്കേണ്ടത് ഭിന്നസംഖ്യ രൂപം 3.14 കൊടുക്കണ്ട, 22/7 എന്നുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ 4/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ ക്യൂബാണ് ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാൻ പോവാം, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആറിനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4/3 പൈ ആർ ക്യൂബ്, അതായത് 4/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ ക്യൂബ് ഈക്വൽ ടു 49 ഇൻറ്റു 33 ഇൻറ്റു 24 എന്ന് വരും. നമുക്ക് ആർ ക്യൂബിനെയാണ് കണ്ടുപിടിക്കണമല്ലേ. അപ്പോൾ ആർ ക്യൂബിനെ അവിടെ നിർത്താം, ബാക്കിയുള്ളവരെ എല്ലാവരും അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 49 ഇൻറ്റു 33 ഇൻറ്റു 24. ഇനി ഈ /7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, ഇൻറ്റു 7 ആവും. /3 ഇങ്ങോട്ട് വരുമ്പോൾ അതും ഇൻറ്റു 3 ആകും. ഓൾ ഡിവൈഡഡ് ബൈ അല്ലേ ഇൻറ്റു 4 ഇൻറ്റു 22 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. 11 പോവില്ലേ, അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും, ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് വരും. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 2 പോകും അല്ലേ. 2 പോകുമ്പോൾ ഇവിടെ 2 1 ഇവിടെ 2 എത്രയാണ്, 12 ആണല്ലേ. 4 ഉണ്ട്, 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 1, 12 എത്ര 4 ഉണ്ട്, 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ ആരൊക്കെയാണ്, 49 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 3 ആണ് ആൻസർ വരുന്നത്. ഇതെന്താണ് കിട്ടിയത്, ഇത് ആർ ക്യൂബാണ് കിട്ടിയത് അല്ലേ. നമുക്ക് 6 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആർ ക്യൂബിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാണേ. 7 ഇൻറ്റു 7 എന്ന് എനിക്ക് എഴുതി കൂടെ. 49നെ ഞാൻ 7 ഇൻറ്റു 7 എഴുതി, ഇവിടെയുള്ള 7നെ ഞാൻ ഇവിടെയും എഴുതി. ഇനി ബാക്കിയുള്ളതിനെ ഞാൻ ഒരുമിച്ച് എഴുതി, 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇനി ഇതൊന്ന് 6 കണ്ടുപിടിക്കാം അല്ലേ. ക്യൂബാണ് പറഞ്ഞേക്കുന്നത്, ക്യൂബാകുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് 3 വരുന്നതിന് ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് എഴുതിയാൽ മതി. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 7 ഇൻറ്റു 3 ആയിട്ടുള്ള
21 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അതായത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 21 ആയിരിക്കും വരുന്നത്. അപ്പോൾ ചെയ്ത രീതി ഒന്നും കൂടെ പറയാം. എന്താണ്, ജസ്റ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് അതിന് 6 കണ്ടുപിടിക്കുക ചെയ്തത്. അപ്പോൾ 4/3 × 22/7 × r³ ചെയ്തു. അപ്പോൾ 49 × 33 × 24 ഇക്വേറ്റ് ചെയ്യാണ്. ദെൻ r³ നമ്മൾ അവിടെ നിർത്തി. ബാക്കി എല്ലാവരും നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് വെട്ടിക്കളഞ്ഞു നോക്കി. അപ്പോൾ r³ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് ഫോമാണ് 49 × 3 × 3 × 7 × 3 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 49 നമുക്ക് ഈ ക്യൂബ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തത്. 49നെ 7 × 7 എന്ന് എഴുതാമല്ലോ. ദേ ഈ 7 ഞാൻ കൊടുന്ന് ഇവിടെ വെച്ചു. അപ്പോൾ ഈ ഒരു ഇതിനെ ഞാൻ 7 ആക്കിയിട്ട് ഇവിടെ എഴുതി. ബാക്കി ഈ ഒരു 7 ഇവിടെ കൊടുന്ന് വെച്ച് ഇങ്ങനെ സെറ്റാക്കി. ബാക്കി 3 പേര് വേറൊരു സെറ്റാണ് 3 × 3 × 3. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിന്ന് ഒരു 7നെ പുറത്തേക്ക് എടുക്കാം. അതുപോലെ ഇതിൽ നിന്നൊരു 3നെയും പുറത്തേക്ക് എടുക്കാം. അതാണല്ലോ r³ എന്ന് പറയുന്നത്. ഒരു തവണ 3 6 × 6 × 6 എന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, 6 കിട്ടി. 6 എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 21. അപ്പോൾ ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. മാക്സിമം 10ൽ ഒരു 8ഒക്കെ മിനിമം എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ആ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ്. അപ്പോൾ അതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യാം, അത് ബാക്കൊന്ന് പോയി വീണ്ടും ഒന്നും കൂടെ കണ്ടു നോക്കി സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.